IPL 2025 ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പറഞ്ഞത് അത്യുഗ്രൻ പോരാട്ടമായിരുന്നു. ഒരു റണ്ണിനാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടതെങ്കിലും ആരാധകരുടെ മനം കവർന്ന പ്രകടനമാണ് റോയൽസ് ഉടനീളം കാഴ്ചവെച്ചത്. ബോളേഴ്സ് റൺസ് തുടങ്ങിയ മത്സരത്തിൽ വമ്പൻ തോൽവിയിൽ നിന്നും രാജസ്ഥാൻ കരകയറിയത് റിയാൻ പരാഗിലൂടെയായിരുന്നു. മത്സരത്തിൽ ഏറെ ബഹുദൂരം പിന്നിലായിരുന്ന റോയൽസിനെ മുന്നിലേക്ക് കൊണ്ടുവന്നത് പരാഗിന്റെ ഇന്നിംഗ്സ് തന്നെയാണ്. 45 പന്തിൽ 95 റൺസാണ് താരം നേടിയത്. 6 4ഉം 8 6ഉം അടങ്ങുന്നതായിരുന്നു പരാഗിന്റെ ഇന്നിംഗ്സ്. പരാഗ് ക്രീസിലെത്തുമ്പോൾ അതീവ സമ്മർദ്ദത്തിലായിരുന്നു രാജസ്ഥാൻ. 8 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്ന രാജസ്ഥാൻ റോയൽസിന് മികച്ച രീതിയിൽ തുടക്കം സമ്മാനിച്ചത് ജയ്സ്വാൾ പരാഗ് കോമ്പിനേഷനാണ്. 58 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ ഒരുമിച്ച് ചേർത്തത്. പിന്നീട് ഹെഡ്മയർ മൊത്തം 92 റൺസിന്റെ കൂട്ടുകിട്ടും. എന്നാൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ വിസ്മയിപ്പിച്ചത് റിയാൻ പരാഗിന്റെ 32 റൺസാണ് ആ ഓവറിൽ മോയിൻ അലി വഴങ്ങിയത്. 5 സിക്സറുകളാണ് റിയാൻ പരാഗ് അടിച്ചു കൂട്ടിയത്. ഒരു വൈഡും ഒരു സിംഗിളും ഉണ്ടായിരുന്നു. തുരുതുര 5 സിക്സ് അടിച്ചതിന് ശേഷം തൊട്ടടുത്ത ഓവറിൽ വരുൺ ചക്രവർത്തി എറിഞ്ഞ ആദ്യ പന്ത് റിയാൻ പരാഗ് റിവേഴ്സ് സ്വീപ്പിലൂടെ സിക്സർ പറത്തി. അതിലൂടെ 6 പന്തിൽ 6 സിക്സറുകളാണ് റിയാൻ പരാഗ് അടിച്ചുകൂട്ടിയത്. ഒരു തരത്തിലും താരമെന്ന് പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. എന്നാൽ പരാഗ് പുറത്താവാനുള്ള കാരണം ശുഭം ദുബെയും ഹെഡ്മയറിനും വിക്കറ്റാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഹെഡ്മയർ പുറത്താകുമ്പോൾ വിജയത്തിന് തൊട്ടരികെയായിരുന്നു രാജസ്ഥാൻ എന്ന് പറയാം. 2 മികച്ച ബാറ്റർമാർ ക്രീസിലുണ്ടായിരുന്നു. എന്നാൽ ശുഭം ദുബെയും ഇരട്ടി സമ്മർദ്ദത്തിലായത് റിയാൻ പരാഗ് ഹർഷിത് റാണയെ ഉയർത്തിയടിക്കുന്നതിൽ നിർണായകമായി. ബൗണ്ടറിക്കരികെ വൈഭവ് അറോറയ്ക്ക് ക്യാച്ച് നൽകി പുറത്താകുമ്പോൾ 5 റൺസിന് മാത്രം സെഞ്ചുറിക്ക് അകലെയായിരുന്നു റിയാൻ പരാഗ്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 22 റൺസായിരുന്നു. എന്നാൽ ആ ഓവറിൽ 20 റൺസോളം നേടിയിട്ടും വിജയം നേടാൻ രാജസ്ഥാന് സാധിച്ചില്ല. പരാഗ് ഈ സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 282 റൺസോളം നേടിയിട്ടുണ്ട്. ക്യാപ്റ്റൻസിക്ക് പുറമെയാണ് ഒരു മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നത്. മലയാളികൾക്ക് അത്ര രീതിയിൽ ഇഷ്ടപ്പെടാത്തൊരു താരമാണ് റിയാൻ പരാഗ്. എന്നാൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പരാഗ് മാറിയിട്ടുണ്ടെന്ന് പലരുടെയും അഭിപ്രായങ്ങളുണ്ട്. മികച്ച ബാറ്ററാണ്, കുഴപ്പമില്ലാതെ പന്തെറിയും, അത്യുഗ്രൻ ഫീൽഡറുമാണ്. കഴിഞ്ഞ സീസണിലേക്ക് പ്രകടനമാണ് രാജസ്ഥാൻ ടീമിൽ നിലനിർത്താനുള്ള പ്രധാന കാരണമായും പലരും വിലയിരുത്തിയത്. ഈ സീസണും അത്ര മോശം പ്രകടനം പരാഗ് കാഴ്ചവെച്ചിട്ടുമില്ല. എന്നാൽ ഒരുപാട് പരാഗ് വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടുന്നത് ബോളിംഗ് മാനേജ് ചെയ്യുന്നതിലടക്കമാണ്. ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെ കൊണ്ട് അത്രയും മികച്ച രീതിയിൽ റൺസ് അടുപ്പിച്ചതും പരാഗിന്റെ മണ്ടൻ ക്യാപ്റ്റൻസി ആണെന്നുള്ള വിമർശനങ്ങളും ഒരു വശത്ത് ശക്തമാണ്.